ജീസസ് ഈസ് ബ്രൈറ്റിലേക്ക് സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യേശു ക്രിസ്തു സുവിശേഷം ആരംഭിക്കാം. ദൈവം ഒരുക്കിയ നല്ല കൃപയെ ഓർത്തു നന്ദിയോടെ വാഴ്ത്തുന്നു. എല്ലാം യേശു ക്രിസ്തു വിശ്വാസികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയിൽ കൂടി ഇന്നത്തെ സുവിശേഷം ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധനിൽ പരിശുദ്ധനായ പരമപിതാവേ, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ, അപ്പ മകനായിരുന്നു കൊണ്ട് മക്കളായിരുന്നു പ്രിയ മകനായ എൻ്റെ അപ്പയെ നന്ദിയോടെ വാഴ്ത്തുന്ന നാഥ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു അപ്പൻ്റെ സുവിശേഷം തുടങ്ങാൻ അങ്ങ് കൃപ നൽകിയതിനാൽ ദൈവത്തിനെ നന്ദിയോടെ വാഴ്ത്തുന്ന നാഥ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഈ സുവിശേഷ ലോകമെമ്പാടും അനേക ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. കാണുന്ന എല്ലാ ജനങ്ങളും കർത്താവെ, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ അവരെ ഏൽപ്പിക്കുന്നത് അവരിത് കേൾക്കുമ്പോൾ തന്നെ കർത്താവെ, അവിടെ ഉള്ളങ്ങളിൽ ആഴമായിട്ട് പതിഞ്ഞു വന്ന് എൻ്റെ ദൈവം ഉള്ളത്തിൽ വന്നുകൊണ്ട് അവരപ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മോഹത്തിൽ നിന്ന് വിട്ടുകൊണ്ട്, ലോകത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുകൊണ്ട് അപ്പൻ്റെ പ്രിയ മകനായി മക്കളാക്കി അവരെല്ലാവരെയും സുവിശേഷത്തിൽ അവരെ കൊണ്ടുവന്നും ദൈവം ആരാണെന്ന് ദൈവം അവർ അറിഞ്ഞിരിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആഴമായിട്ട് ഇനി ദൈവത്തിനെ അറിയുവാനും ദൈവത്തിനിടയിൽ തന്നെ വന്ന് എല്ലാം അവിടെ ഉള്ളങ്ങളെ എൻ്റെ ദൈവം കടന്നു ചെന്ന് അവരെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം. അപ്പോൾ ഇതാരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, ആരെല്ലാം ദർശിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ ഉള്ളങ്ങളെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് കടഞ്ഞെത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആത്മീകമായി ബലപ്പെടുത്തണം, ഭൗതികമായി ബലപ്പെടുത്തണം. അവരെ എല്ലാ വിഷയത്തിലും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കർത്താവ് അവരുടെ എല്ലാ ഹൃദയങ്ങളിലും എൻ്റെ ദൈവർക്ക് വേണ്ടുന്ന ആത്മീകമായി ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അവർക്ക് ഭൗതിക നന്മകൾ കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഡാഡി നന്ദി. പ്രാർത്ഥന കേട്ടനും പ്രാർത്ഥന തിരങ്ങി വന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. ജീസസ് ബ്രൈറ്റിലേക്ക് സ്വാഗതം. എൻ്റെ ദൈവജനമേ, ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്ത്യാനികൾ ആരാണ്, ക്രിസ്തു ആരിലാണുള്ളത്. ഇന്നത്തെ ചിന്താവിഷയം. എൻ്റെ പ്രിയജനമേ, ഇന്നത്തെ ക്രിസ്ത്യാനികൾ ലോകമെമ്പാട് നമ്മൾ നോക്കുകയാണെങ്കിൽ അനേക ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്തും ചർച്ചിനകത്തും ഇന്നും ലോകമെമ്പാട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും കർത്താവേ ക്രിസ്ത്യാനികളാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അവർ എല്ലാ സഭകളിലും പോകുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ പോകുന്നുണ്ട്, റോമൻ കത്തോലിക്ക സഭ, അതുപോലെ തന്നെ ബന്ധക്കോസ് സഭ, അങ്ങനെ അനേക സഭകളുണ്ട്. ആ സഭകളെല്ലാം ഇന്ന് ദൈവത്തിൻ്റെ സഭയ്ക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് പോകുന്നു. ഇവരെല്ലാം ക്രിസ്ത്യാനികളാണോ? നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ? സഭയിൽ പോകുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ, ബന്ധക്കോസ് സഭയിൽ പോകുന്നതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ, റോമ കത്തോലിക്ക സഭയിൽ പോകുന്നതുകൊണ്ട്, ഇനി മറ്റനേകമുണ്ട്, സ്വതന്ത്ര സഭകളുണ്ട്, ഇനി അനേക സഭകളുണ്ട്. എല്ലാ സഭകളും പോകുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനികൾ അല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഓർത്തർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കണം. എത്ര പേരാണ് ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ട്? ക്രിസ്തുവിനെ ധരിച്ചിട്ട് വേണം നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് സഭയിൽ വേണം. അപ്പോസ്തലർ 2:48 പറയുന്നുണ്ടല്ലോ, അവർ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ വന്നുകൊണ്ട് അവരുടെ സഭയ്ക്കകത്ത് രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം സഭ എന്താണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന് നമ്മൾ 48 സഭയ്ക്കകത്ത് ആരാണ് കടന്നത്? രക്ഷിക്കപ്പെട്ടവരാണ്. ആ രക്ഷിക്കപ്പെട്ടോടുകൂടി ഇന്ന് സഭയിൽ എത്ര പേര് വരുന്നുണ്ട്? എത്ര വരുന്നു? പരിശോധിച്ചാൽ കുറച്ച് പേരെ പിറക്കും. എല്ലാവരും വരുവീൻ. സഭയ്ക്കകത്ത് എല്ലാവരും വരും. ഭരണ തെറ്റൊന്നുമില്ല. വന്നുകൊണ്ട് ഇന്ന് രക്ഷിക്കപ്പെട്ട സഭയ്ക്ക് എത്ര പേര് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്? പേരിന് മാത്രം ഒരു മുങ്ങിസ്ഥാനം എടുത്തുകൊണ്ട് കത്രിമേശ എടുത്തുകൊണ്ട് അതല്ല ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. എത്ര പേര് ധരിച്ചിട്ടുണ്ട്? എത്ര പേര് അത് ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്വഭാവത്തിൽ അറിയാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റും. സഭയ്ക്കകത്ത് തന്നെ കണ്ട പരസ്പര സ്ഥാനമോഹങ്ങൾ, ട്രഷറി മോഹങ്ങൾ, സെക്രട്ടറി മോഹങ്ങൾ. ആ സ്ഥാനമോഹങ്ങളല്ലാതെ ആ സഭയ്ക്കകത്ത് ക്രിസ്തു ഇതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. ക്രിസ്തു എന്തിനു വേണ്ടിയാണ് വന്നത്? ക്രിസ്തു ഇവിടെ എന്തിനു വന്നപ്പോൾ? പാപങ്ങളുടെ മോചനത്തിനായി. സകലവരും, റോമർ 3:20, സകലവരും പാപത്തിൽ കിടക്കുകയാണ്. ആ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. ആ ആധുനിക വചനങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. സ്ഥാനമോഹങ്ങൾ, അടിപിടി, ചണ്ട, വഴക്ക്, കാര്യങ്ങൾ, ഇതിനു വേണ്ടി അവിടെ എന്ത് പൈസ ഇറക്കി ഓരോ സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി. ലോകമെമ്പാടും ഇതാണല്ലോ നടക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പാർപ്പാപ്പ മുതൽ ഇന്ന് വരെ ഇവിടെ എല്ലാം പൈസ ഇടലാണ്. ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ദൈവം ഇവിടെ ജനം പാപത്തിൽ കിടക്കാൻ ദൈവം എന്ന വിട്ടുപോയി. ആദാം പാപം ചെയ്ത കാരണത്താൽ ദൈവ തേജസ് വിട്ടുപോയ കാരണം കൊണ്ട് സകലവരും പാപത്തിലായിപ്പോയി. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. സഭയ്ക്കകത്ത് വന്ന ദിവസം വരിക, ആരാധന, പാട്ട്, ദൈവത്തിന് വേണ്ടുന്ന കൊടുക്കുന്ന കാര്യങ്ങൾ, സുവിശേഷങ്ങൾ, ഇതാണ് എല്ലാ സഭയിലും നടക്കുന്നത്. ഇതാണോ 3 മണിക്കൂർ അവിടെ ഇരുന്നുകൊണ്ട് ആരാധിച്ച് ദൈവത്തെ
ആരാധിച്ച് മഹത്വപ്പെടുത്തി പാട്ട് പാടും. ഇതാണോ വചനം? എന്ത് പറയും? യേശയ്യ 1 മുതൽ 10 മുതൽ താഴോട്ട് ഭാഗങ്ങളുണ്ട്. നിങ്ങളുടെ പാട്ട് വേണ്ട, ആരാധന വേണ്ട, മേഘസ്തൂപം വേണ്ട, ഒന്നും വേണ്ട എന്ന് അന്നേ പറഞ്ഞു. ഈ പ്രമാണമെല്ലാം മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണമാണ്. അതേ ദൈവം തന്നെയാണ് യേശയ്യ ഇതെല്ലാം നിർത്താൻ പറഞ്ഞു. എന്താണ് നിർത്താൻ പറയാൻ കാരണം? ഇത് കൊടുത്തിട്ട് ഈ ജനം എന്താണ്? ഇല്ല. ആ താഴെ തൊട്ട് 16 പറയുന്നുണ്ട്, ഈ ജനം മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ട് കഴുകി ശുദ്ധീകരിക്കാൻ അവരെ വഴിയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വഴിയിൽ അവരെ ഇരമ്യ 23:13 എന്ത് പറയുന്നുണ്ട്? ഈ ജനം ഇവിടെ വന്ന് അതരം കൊണ്ട് എന്നെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പാടുന്നു, എല്ലാം ചെയ്യുന്നു. അവരുടെ ഹൃദയമോ എവിടെയോ ഇരിക്കുന്നു. ഇത് തന്നെയാണ് എഗേസികൾ 33:31 പറയുന്നുണ്ട്. ഈ ജനം എന്നെ വന്ന് ആരാധിക്കുന്നു, പാട്ട് പാടുന്നു, എൻ്റെ മുമ്പിൽ നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ജനമോ അകന്നിരിക്കുന്നു, എന്നെ എനിക്ക് വേണ്ട. ഈ വിധ കാരണം കൊണ്ട് അന്നേയും പറഞ്ഞിരിക്കുകയാണ്. ഈ എല്ലാ ആ പഴയകാല പുരോഹിതന്മാരുടെ പറഞ്ഞു ഇതെല്ലാം നിർത്താൻ കാരണം എന്താണ്? അവർ വഴിതെറ്റി നടന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെല്ലാം സഭയിൽ എന്തിനാണ് വരണത്? എന്തിനാണ് സഭയിൽ വരണത്? അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി. മകളുടെ കല്യാണം നടക്കണം, മകൻ്റെ കല്യാണം നടക്കണം, പിന്നെ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കും, അവിടെ നിന്ന് ഒരു പെണ്ണെടുക്കണം, അവിടെ നിന്ന് പയ്യനെ എടുക്കണം. അതിനു വേണ്ടിയാണ് സഭയിൽ വരുന്നത്. യേശുവിനെ ധരിച്ചുകൊണ്ട് എത്ര പേര് വരുന്നുണ്ട്? എത്ര പേര്? ഒരാളിനെ നമുക്ക് കാണിക്കാമോ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരെയാണ്? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിച്ചവനായിരിക്കണം. ആരെവിടെ ധരിച്ചിരിക്കുന്നു? എന്നാൽ അവനെ യോഹന്നാൻ 1:10 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനാവും, മക്കളാവും. എന്താണ് അവനെന്ന് വെച്ചാൽ യേശു തന്നെയാണ്. ആ മക്കളായി സ്വീകരിച്ചുകൂടി എത്ര പേരാണ് സഭയ്ക്കകത്ത് വരണത്? ഇന്ന് എത്ര പേരുണ്ട്? ഒരാളിനെ കാണിച്ചു തരും. ഒരു ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വേണം വരാൻ. രാവിലെ എഴുച്ചാൽ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. രാവിലെ എഴുച്ച് ഉടനെ വരും, ചർച്ചിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു. എന്തിനു പള്ളിയിൽ പോകുന്നു? അവരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി. ക്രിസ്തുവിനെ അവർ അറിഞ്ഞത് കൊണ്ടല്ല, ക്രിസ്തുവിനെ ധരിച്ചത് കൊണ്ടല്ല. ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അറിയാൻ പറ്റും, സ്വഭാവത്തെ അറിയാൻ പറ്റും. അവിടെ വന്ന് നമ്മൾ സ്വഭാവത്താൽ പെരുമാറ്റത്താൽ അടുത്തിരുന്നവരറിയാൻ പറ്റുന്നില്ല. സ്നേഹം ക്രിസ്തു വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ പരസ്പരം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവാൻ. എത്ര പേരങ്ങനെ ഇരിക്കുന്നു? ഇന്ന് അതില്ലല്ലോ. ആരാണ് ക്രിസ്ത്യാനി? ആരാണ് ചർച്ചിൽ പോകുന്നവരാണോ? പള്ളിയിൽ പോകുന്നവരാണോ? എവിടെ പോകുന്നവർ? ഇല്ല. ഞാൻ താമസിക്കുന്ന ഭാഗത്ത് തന്നെ ഒരു സെൻറ്റ് ജൂഡസ് പള്ളിയുണ്ട്. അവിടെ നമ്മുടെ ഈ ദേശത്തുള്ള ആൾക്കാരെല്ലാം വ്യാഴാഴ്ച തോറും പോകും. എവിടെ പോകുന്നു വെച്ചാൽ പള്ളിയിൽ പോകുന്നു. അവരെന്തിനു വേണ്ടി പോകുന്നു? എന്തിനു വേണം? പോയി മെഴുകുതിരി കത്തിച്ച് അവിടെ ഇരിക്കുന്ന പാവങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നാലും ഇവരാ രക്ഷിക്കപ്പെട്ടവരല്ല. ഇവർ പോയിട്ട് ഇവിടെ വന്ന് വീണ്ടും എന്താണ് ചെയ്യണത്? തിങ്കളാഴ്ച തൊട്ട് ബുധനാഴ്ച വരെ ഒരാഴ്ച 6 ദിവസവും അമ്പലങ്ങളിൽ പോകും, ക്ഷേത്രങ്ങളിൽ പോകും, ലോകകാര്യങ്ങളിൽ പോകും, ലോകം മുഴുവൻ വീണ്ടും വന്ന് വ്യാഴാഴ്ച ഇവിടെ പങ്കെടുക്കും, വീണ്ടും വരണ വഴി തന്നെ വീണ്ടും കോവിൽ കയറും. എന്താണ് ഇവർ? അവർ ദൈവത്തെ അറിഞ്ഞവരല്ല. അവർ എന്തിനാണ് ആ പള്ളിയിൽ പോണത്? എന്തിനാണ് പോണത്? അവിടെ പോയോ ആ ദൈവം കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥിച്ച കേൾക്കുന്ന ദൈവമാണ്. നമുക്കവിടെ പോവാം. എന്തിനാണ്? എൻ്റെ മോളെ കല്യാണം നടക്കണം, നീ വാ, നിൻ്റെ വിഷയങ്ങൾക്കെല്ലാം അവിടെ മറുപടി അവിടെ പോകും. അവർ രക്ഷിക്കപ്പെട്ടവരാ. അവർ രക്ഷിക്കപ്പെട്ടതല്ല. അവർ പോകുന്നു 4 പേര് കൂടെ ഈ ചന്തയിൽ പോകും പോലെ പോകുന്നു, മാർക്കറ്റിൽ പോകും പോലെ പോകുന്നു. അവിടെ പോയിരുന്നു കൊണ്ട് ദൈവത്തിനറിച്ച് എനിക്ക് അത് വേണം, ഇത് വേണം എന്ത് പറയാൻ? അവർ അതിനു വേണ്ടിയാണ് പോകുന്നത്. അതല്ലാതെ രക്ഷിക്കപ്പെട്ടല്ല. ഞാൻ അവിടെ 2 കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ സുവിശേഷം പറഞ്ഞാൽ അവരുടെ ചിന്ത എങ്ങനെയിരിക്കും? കേൾക്കാൻ പറ്റും. കാരണം അവർക്ക് ആത്മാവില്ലല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തില്ല. അവരുടെ വഴിക്കായിരിക്കും. നമ്മുടെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഒരു സഹോദരൻ, പള്ളിയിൽ പോകുന്ന സഹോദരൻ, ഒരു സുഖമില്ലാത്ത ഇടയ്ക്ക് ഒരു ക്യാൻസർ രോഗി ആയിട്ട് വന്നു. അദ്ദേഹം ഒരു ചെറിയ നമ്മുടെ ഒരു ബന്ധുവായിട്ട് വരും. അപ്പോൾ അറിഞ്ഞു ആ മകൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ പോവുകയാണ്, ട്രീറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു ഹിന്ദു പൂർണ്ണ വിശ്വാസിയാണ്. ഞാൻ സംസാരിച്ച് യേശുവിനെ വിശ്വാസമുണ്ടാണെന്ന്. അല്ല വിശ്വാസം, കാരണം ഈ രോഗത്തിൽ വരുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു, രോഗം മാറാൻ വേണ്ടി ഇപ്പോൾ വിശ്വസിക്കുന്നു. ശരി, ഞാൻ പറയുമ്പോൾ ഒന്ന് പറയാം, ഏറ്റുപറയാൻ പറഞ്ഞു. വിശ്വാസമുണ്ടോ? പറയുമ്പോൾ ഏറ്റുപറയാൻ പറഞ്ഞു. എന്നാലും ദൈവത്തിന് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ മകൻ ഏറ്റുപറഞ്ഞ് എല്ലാം കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റായി 1 മാസം കഴിഞ്ഞ് സുഖമായി. വീണ്ടും 6 മാസം 1 വർഷം ആകുമ്പോഴാണ് അസുഖമെല്ലാം മാറി മകനിന്ന് സുഖമായിട്ടിരിക്കുന്നു. ഒരു ദിവസം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാം പൂർണ്ണമായിട്ട് മാറി. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചോ? അദ്ദേഹം അതൊരു മൗനം പാലിക്കുകയാണ്. ദൈവമെല്ലാം ഒന്നാണ്. എന്താണ്? നീ വിശ്വസിക്കുന്ന ദൈവം നിനക്ക് സാധിച്ചു തന്നില്ലല്ലോ. സാധിച്ചു തന്നില്ല. ദൈവം ആരെങ്കിലും ഒരു പാസ്റ്റർ മുഖാന്തരം ആരെങ്കിലും കൂടി ദൈവം ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യും. ആ ദൈവമാണ് ആ വിശ്വാസത്തിൽ വരുമ്പോൾ ദൈവത്തിന് അറിയാൻ വേണ്ടി. അവനത് അറിഞ്ഞിട്ടും അവൻ ലോകത്തിന് ആർക്കും ചെയ്യാൻ കഴിയാത്ത ആ മകൻ രക്ഷപ്പെടുത്തി. യേശു ക്രിസ്തു ആ മകനെ രക്ഷപ്പെടുത്തി. ആ മകൻ ജീവനോടിരിക്കുന്നു. പറഞ്ഞപ്പോൾ ആ മകൻ
തയ്യാറല്ല. അവർ വീണ്ടും പഴയതിൽ. കാരണം എന്താണ്? അവർ രക്ഷിക്കപ്പെട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഈ പള്ളിയിൽ പറഞ്ഞ പോലെ ആൾക്കാർ പോകുമ്പോൾ തന്നെ ഇന്ന് ചർച്ചിനകത്ത് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഞ്ഞും കുടിച്ചും കൊണ്ട്. അപ്പോൾ അവർക്ക് ഇവർ തമ്മിൽ വ്യത്യാസം എന്താണ്? എല്ലാം ഒന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെ വെട്ടുകാട് പള്ളിയിൽ ഇത് തന്നെയാണ്. വെട്ടുകാട് പള്ളി എന്താണ്? അവിടെ ഇതുപോലെ തന്നെയാണ്. ലോകക്കാരെ പോലെ ലോക വഴി ജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത വഴികൾ ജീവിച്ചുകൊണ്ട് അവർ നടന്നുകൊണ്ട് അവിടെയും പോകും, ഇവിടെയും പോകും, പള്ളിയിലും പോകും, അമ്പലങ്ങളിലും പോകും. നമ്മുടെ ദേശത്ത് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഇതല്ല, ഇത് ക്രിസ്തുവിനെ ധരിച്ചതായിട്ടല്ല. ക്രിസ്തുവിനെ അവൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ ലോക വഴികൾ വിട്ടുകൊണ്ട് അവൻ അപ്പൻ്റെ പാദപീഠത്തിരുന്ന് അവൻ ആയിരുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്യും. എന്താണ് ആ യോഹന്നാൻ 15:1 പറഞ്ഞതിൻ്റെ വള്ളിയിൽ ചേർന്നിട്ടല്ലാതെ മുന്തിരിക്ക് സ്വയം കായ്ക്കാൻ കഴിയത്തില്ല. അപ്പം ആ മുന്തിരിവള്ളി ആ കൊമ്പിൽ പിടിച്ചിട്ടല്ലാതെ സ്വയം കായ്ക്കാൻ കഴിയില്ല. അപ്പം മുന്തിരിവള്ളി ആരാണ്? നാം മുന്തിരിവള്ളിയായിരുന്നു കൊണ്ട് അവരുന്നു കൊണ്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ. അപ്പം എന്താണ്? അപ്പൻ മകൻ എന്ന ബന്ധം അവിടെ വരും. അപ്പം നാം രണ്ടുപേരും കൂടെ ചേർന്നിരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. ഇത് ചേർന്നിരുന്നുണ്ടെങ്കിൽ ഫലം കായ്ക്കാൻ കഴിയും. എന്തൊരു ഫലമാണ്? അവരുടെ ആ ഫലങ്ങൾ വരും. സ്നേഹം, ദയ, കരുണ, മനസ്സലിവ്, മറ്റൊരുപാട് കാര്യങ്ങൾ. കുടുംബത്തിനകത്ത് സമാധാനം വരും, സന്തോഷം വരും. സന്തോഷം, സമാധാനം എല്ലാം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ആ കുടുംബത്തിനകത്ത് ഇതിലും നല്ല ഫലം വ്യക്തികൾ കാണുമ്പം അവിടെ രക്ഷിക്കപ്പെടാതെ ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭാര്യ രക്ഷിക്കപ്പെടാതിരിക്കുക, മകൻ രക്ഷിക്കപ്പെടാതിരിക്കുക, ബന്ധുക്കൾ രക്ഷിക്കപ്പെടുക. നമ്മളുടെ നല്ല സൽപ്രവൃത്തികളിൽ കൂടി അവരെ മത്തായി 5:16 പറയുന്നത് പോലെ നിങ്ങളുടെ സൽപ്രവൃത്തിക്ക് ദേശം കണ്ട് എൻ്റെ കാണുമ്പോൾ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് സന്തോഷിക്കും. ആ വചനം അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നല്ല സൽപ്രവൃത്തി നമ്മളിവിടെ കാണാൻ പറയും രക്ഷിക്കപ്പെട്ടവൾ. അപ്പോൾ അവിടെ യേശു ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വരുള്ളൂ. ഇന്ന് ആരാണ് ക്രിസ്ത്യാനി? നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അച്ചായ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു 10-20 ദിവസം എൻ്റെ ആയുള്ളൂ. അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി. സുഖമില്ലാതെ കിടന്ന് മരിച്ചുപോയി. അദ്ദേഹം അതിൽ എഴുതി വെച്ചേക്കാണ്. മത്തായി 16:26 പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിനുള്ള എന്നെ സ്നേഹിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾ സ്വയം ലോകത്തിന് സകലവും നേടിയിട്ടും നിങ്ങൾ സ്വയം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ആ മകൻ എഴുതി വെച്ചിരിക്കണം. ആ വീട്ടിന് ഇന്നിപ്പോഴത് ഉണ്ട്, അവിടെ ചുവരെഴുതി വെച്ചേക്കുകയാണ്. ഇതെന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ആ മകൻ നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന് ആ താമസിക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ 4 നടക്കട്ടർ അങ്ങായിരുന്നു 3-4 പേർക്ക് വാടകയ്ക്ക് കൊടുത്തേക്കുന്നു. അതിനപ്പുറത്ത് ഇപ്പോഴും ഇടയ്ക്ക് വാങ്ങിച്ചു. അതിനപ്പുറത്ത് ഗ്രീൻ പാർക്ക് എന്ന ഭാഗത്തും 3 വീടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ വേറെ തേങ്ങയും വെട്ടി ഓരോ ആഴ്ച തോറും കൊണ്ടുവരുന്നത് കാണാം. നിറയെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. അവരുടെ മക്കളാണെങ്കിൽ ഇതെല്ലാം അമേരിക്കയിലാണ്. അദ്ദേഹം എഴുതിയിട്ടിരിക്കുകയാണ് 16:26 പറയുമ്പോൾ ലോകമോഹങ്ങളെല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾ ആത്മാനിഷ്ഠ എന്ത് പറയാം? ആ മനുഷ്യൻ ഒരു ധർമ്മക്കാർക്ക് 10 രൂപ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അവരുടെ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നത്. 10 വർഷമായിരുന്നു. ഇന്നും അവിടെ തന്നെയാണ്. എൻ്റെ ഷോപ്പ് അവിടെ തന്നെയാണ്. പക്ഷേ ആ മകൻ ഒരു 10 രൂപ അറിഞ്ഞ് ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ല. അപ്പം വചനം എന്ത് പറയുന്നു? നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായിട്ടും ഉണ്ടെങ്കിലും നിൻ്റെ സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞാൽ കൂടപ്പിറപ്പിന് മാത്രമല്ല സഭവിശ്വാസികളും നമ്മുടെ സഹോദരൻ തന്നെയാണ്. അനേക പേർക്ക് നിനക്ക് ഉണ്ടായിട്ടും സഹായിക്കാതിരുന്നുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. സാമ്പത്തികം ഉണ്ടായിട്ട് പോലും എന്താണ് ഇവൻ ചെയ്തത്? 5 പൈസ അറിഞ്ഞ ആർക്കും ഒരു ധർമ്മം പോലും കൊടുക്കുകയോ ഒന്നുമായി എൻ്റെ അറിവിലില്ല. എന്താണ്? അവർ കത്തോലിക്കരാണ്. എന്ത് ചെയ്യാൻ? ധരിച്ചിട്ടില്ല. ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മകൻ അവിടെ ചെയ്യും. ലൂക്കോസ് 19 പറഞ്ഞതല്ല, സക്കായി എന്ന മകൻ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? യേസ്. അപ്പോൾ യേശു അവിടെ ഇന്നു നിൻ്റെ വീട്ടിൽ എന്താണ് വന്നത്? രക്ഷ വന്നു. എന്താണ്? യേശു ക്രിസ്തുവിനെ അവൻ സ്വീകരിച്ചു. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവൻ പറഞ്ഞെന്താണ്? ഞാനിടത്തെങ്കിലും പലിശയ്ക്കിട്ട് അവൻ ചുങ്കക്കാരനാണ്. ഡബിളായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പലിശ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാം. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ 7 പാവങ്ങൾക്ക് കൊടുക്കാമെന്നാണ് ആ മകൻ. എന്താണ് കാരണം? യേശുവിനെ അവൻ സ്വീകരിച്ചത് കൊണ്ടാണ്. ആ യേശുവിനെ ധരിച്ചത് കൊണ്ടാണ് അവൻ. അപ്പോൾ ആ യേശു എന്താണ് പറഞ്ഞത്? ഈ വീട്ടിൽ ഇന്ന് രക്ഷ വന്നു. രക്ഷ എവിടെ നിന്ന്? യേശു ക്രിസ്തുവിടെ വന്നു. അപ്പം ആ ഒരു ചിന്താഗതി യേശു വരുമ്പോൾ മാത്രമാണ്, യേശു ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് ഈ ചിന്താഗതി വരും. അപ്പോൾ അവിടെ മതിലാണ് എഴുതി വെച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലില്ല. ചില വാഹനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഈ വാഹനം വചനങ്ങൾ എഴുതി വെച്ചേക്കും. ഞാൻ എൻ്റെ മുമ്പിൽ ഈ ഓരോ വാഹനത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. സമൂഹം, ദൈവത്തിൻ്റെ സമൂഹം എൻ്റെ മുമ്പിൽ കാണണമെന്ന്. ലാസ്റ്റ് ഈ വണ്ടി പോയി നിൽക്കുന്ന എവിടെ നിന്നറിയാമോ? ഒന്നുകിലും ബാറിൻ്റെ മുമ്പെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുമ്പാണ്. ഇതാണ്
വചനം ദൈവത്തിൻ്റെ സമൂഹം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അവിടെയാണ്. ബാറിൻ്റെ മുമ്പിൽ രക്ഷിക്കപ്പെടാം. അപ്പോൾ എൻ്റെ ദൈവജനങ്ങളെ, എൻ്റെ ദൈവങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിട്ട് വേണം സഭയിൽ പോകാൻ. ക്രിസ്തുവിനെ ധരിക്കാതെ സഭയ്ക്കകത്ത് പോവുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ രക്ഷിക്കപ്പെടണം. എന്താണ് നമ്മൾ രക്ഷിക്കപ്പെടണം? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അപ്പോസ്തലർ 2:32 രക്ഷിക്കപ്പെടണം. മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ മകനായിക്കഴിഞ്ഞും മക്കളായിക്കഴിഞ്ഞും പരിശുദ്ധമാവും, എല്ലാം വരും. ഇതൊന്നുമില്ലാതെ സഭയ്ക്കകത്ത് പോയിരുന്നു കൊണ്ട്, ഞാൻ അകത്ത് തന്നെ പോയിരുന്നു കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടാതിരുന്ന് പോയാൽ ഒരു ഫലവുമില്ല. നിങ്ങൾ നേരത്തെ വചനം പറഞ്ഞ പോലെ എല്ലാവരും എന്തിനാണ് 90% ആൾക്കാരും എന്തിനാണ് സഭയിൽ പോകുന്നത്? അവരുടെ നേട്ടങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. ഒരു കഷ്ടം വന്നാൽ ഉടനെ ദൈവത്തിൻ്റെ അടുത്ത് പോകും. ഒരു നഷ്ടം വന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് പോകും. അതില്ല. അതിനു മുമ്പ് ദൈവത്തിന് അപ്പോഴെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പല പുരോഹിതന്മാരും പാസ്റ്റർമാരും നിങ്ങൾ വരും, രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരും, ദൈവരാജ്യം സമീപിച്ചിരിക്കും. പല പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വരും. പല പ്രാവശ്യം പറഞ്ഞു ദൈവത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ആരംഭത്തിൽ ഇപ്പം കാര്യം സാധിക്കാൻ വേണ്ടി ഇപ്പം വന്നിരിക്കുകയാണല്ലോ, എനിക്കെന്ത് ചെയ്യാം? അതല്ലേ യെശയ്യാ 59:1-2 പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, എൻ്റെ കാതിൽ മന്ദഭവിച്ചിട്ട് കൈ കുരുടിയിട്ടില്ല. കാരണം എന്താണ്? എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ അകൃത്യങ്ങൾ എന്താണ്? നിങ്ങളുടെ ഹൃദയമോ നിങ്ങളുടെ വഴിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വഴിയിൽ കൺമുഖങ്ങൾ എല്ലാം കൊടുത്ത നമ്മുടെ ശലോമോൻ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ശലോമോൻ എന്നാണ് ദാവീദിൻ്റെ മകനാണ്. ശലോമോൻ എന്നാണ് ദൈവത്തിൻ്റെ എനിക്ക് എന്തിനു വേണമെന്ന് ചോദിച്ചു. എനിക്ക് വേണ്ട, ഭരിക്കാൻ വേണ്ടി എനിക്ക് നല്ല ജ്ഞാനം തന്നാൽ മതി പറഞ്ഞു. ആ മകത്തിന് ദൈവം ജ്ഞാനം കൊടുത്തു. എന്തിനാണ്? ലോകത്തിൽ ആർക്കും കിട്ടാത്ത ജ്ഞാനമാണ് ആ മകന് കൊടുത്തത്. ആ ജ്ഞാനം കൊടുത്ത ആ മകൻ എന്താണ്? ലോകത്തിന് ആർക്കും വലിയ ജ്ഞാനം എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അവിടെ സ്വയം എഴുതിയ 4 അവിടെ ഉണ്ട്. പ്രസംഗി, ഉത്തമഗീതം എന്ന ഭാഗങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആ മകൻ എഴുതിയതാണ്. ആ മകൻ എന്താണ് ചെയ്തത്? ആ പഴയകാല നിയമത്തിലേ ഉണ്ട്, നിങ്ങൾ അന്നേ കൊണ്ട് ഒരു ഭാര്യയെ കല്യാണം കഴിക്കാമെന്ന്. ആ മകൻ എന്താണ് ചെയ്തത്? പോക്കെടുത്താണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശലോമോനെ പിൻപറ്റുക എന്ന്. ആ മകൻ ചെയ്തത് എന്തെന്നറിയാമോ? 100 1 200 300 1000 പേരെയാണ് കല്യാണം കഴിച്ചത്. 1 രാജാക്കന്മാർ 11 ഭാഗങ്ങൾ വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ എന്തിനാണ് കാണിച്ചത്? ദൈവം അന്നേ പറഞ്ഞ് നിങ്ങൾ ഒരു ഭാര്യയെ ഒരു മനുഷ്യൻ എത്ര ഭാര്യ വേണം? ദൈവം പറഞ്ഞിട്ട് ഇവ അനുസരിച്ചില്ല. അവൻ എന്താണ് 700 ഭാര്യമാരും 300 വപ്പാട്ടി എന്ന 1 രാജാക്കന്മാർ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ മകൻ എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള വഴികൾ നടന്ന് അവൻ്റെ ഇഷ്ടം പോലെ വഴികൾ നടന്നു. ലാസ്റ്റ് എന്താണെന്ന്? മോഹാബ് സ്ത്രീകളിൽ കൂടി ചേർന്നുകൊണ്ട് അന്യദേശത്ത് പോയി അവർ അന്യദൈവങ്ങൾ സേവിക്കുന്ന കൂട്ടത്തിൽ പോയി ചേർന്ന് വഴിതെറ്റിപ്പോയി. ആ മകൻ പോയി, രക്ഷിക്കപ്പെടാതെ പോയി. അപ്പോൾ എന്താണ്? ശലോമോനെ പോലെ ഞാൻ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ലോകത്തിന് ആരെല്ലാം ആസ്തി മോഹം ഇതിനു വേണ്ടിയാണ് ഇന്ന് ഓടുന്നത്. സകല പേരും പള്ളിയിൽ എന്തിനാണ് പോകുന്നത്? യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിന്ത വരത്തില്ല. യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഈ ലോകചിന്ത, ലോകമോഹം, ലോകവഴി, ലോകചിന്ത അതെല്ലാം വിട്ട് ദൂരെ കളഞ്ഞുകൊണ്ട് യേശുവിനെ മാത്രമേ അവൻ ദിവസം അതിനേക്ക് വരും. ഇതവിടെ ഉണ്ടോ? എത്ര പേർക്കതുണ്ടോ? ഇന്ന് ഏത് സഭയെടുത്താലും, ഏത് കത്തോലിക്കായാലും റോമൻ കത്തോലിക്കായാലും ബന്ധക്കോസായാലും സ്വതന്ത്ര സഭയായാലും ഏത് സഭയെടുത്താലും അവർ ഇന്ന് വരുന്ന എന്തിനാണ്? പാസ്റ്റർമാർ പറഞ്ഞു കൊടുക്കാൻ വരി എന്നിരിക്കും നിങ്ങളെ ബലപ്പെടുത്താം, ശക്തിപ്പെടുത്താം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവന്നു. അവിടെ നിന്ന് കുറച്ച് പറയും പച്ച ചുരിദാറിട്ട കോമ്പളവല്ലി, മഞ്ഞ ചുരിദാറിട്ട വിലാസിനി, വെള്ളം കൊണ്ടുകൊടുത്തിക്കുന്ന ഒരു വിജയ മോഹന എന്ന് കുറേ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് വേണം. ഇതെല്ലാം ഒരു കള്ളത്താനം, പൂട്ടത്താനം, നിങ്ങളെ പറ്റിക്കുകയാണ് അവിടെ. അങ്ങനെയൊന്നുമില്ല. ഇന്ന് പാസ്റ്റർമാർ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ കുറേ പേരും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. ഇത് പ്ലാനിങ്ങാണിത്. ഇത് നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യണത്. ആരെങ്കിലും ഒരാളുടെ പേരവിടെ കാണുന്നവർക്ക് അറിയാം. പച്ച കൊടുത്തവനും മഞ്ഞ കൊടുത്തവനും വെള്ളം മുടി ധരിച്ചവനും പാൻറ് ഇട്ടവനും ഷർട്ട് ഇട്ടവനും അവർക്ക് അറിയാം. ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇതിനേക്ക് നിങ്ങൾ ഓരോ പാശ്വാസം അത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വന്നു പറഞ്ഞാൽ അവർ കണ്ണീരോടെ വരും, വേദനയോടെ വരും. കണ്ണീരോടെ വരണ കോമഡേ നിന്നെ ദൈവം തുടർന്ന് അതാ ഒരു സ്ത്രീയെ കാണുന്നത്. അവിടെ ഇരിക്കുന്നവരെല്ലാം കണ്ണീരോടെ തന്നെ വരുന്നത്, വേദനയോടെ തന്നെ. അത് ഇദ്ദേഹത്തിന് അറിയാം. ആരാണ് വരാത്തത്? പള്ളിയിൽ എന്തിനാണ് വരണത്? പള്ളിയിലെന്ന് ദൈവത്തിനെ സ്നേഹിച്ചതുകൊണ്ടാണ്? ഇല്ല. അവർക്ക് എന്തിനാണ്? ലോകമോഹം, ലോകത്തിൻ്റെ വഴി ഇരിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. അതിരിക്കുമ്പോഴത്തേക്കും അവർക്കറിയാൻ പറ്റും. അവിടെ ഇരിക്കുന്ന എല്ലാ കഷ്ടത്തോടെ, ബുദ്ധിമുട്ട്, ദാരിദ്ര്യ ഭാരത്തോടാണ് ഇവിടെ പറഞ്ഞത്. അല്ല യേശുവിനെ സ്വീകരിച്ചുകൊണ്ടാണ്. അത് അവർക്കെന്നറിയാം. അവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും ഇതിങ്ങനെയാണ്, രക്ഷിക്കപ്പെടാത്ത ആൾക്കാരാണ്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും?
അവൻ ഇതെല്ലാം വിട്ടുകൊണ്ട് യേശുവിന് വേണ്ടി അവൻ ജീവിക്കും. ഇന്ന് എത്ര പേരെ കാണിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞ അച്ചായൻ നേടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൽ അമേരിക്ക ഇരിക്കുന്ന അതേ അവർക്ക് നോക്കാൻ വഴിയില്ല. അദ്ദേഹം മരിച്ചുപോയി, അതാ ഭാര്യ അനാഥയായി ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ലോകത്തിലെല്ലാം നേടിയിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ നീ ജീവനോടെ ഇരുന്നിട്ട് പോലും നീ ഒരു 5 പൈസ ചെയ്യാൻ എന്നോട് സഹായിച്ചില്ല. എൻ്റെ ദൈവജനമേ, ലോകമുഖത്തല്ല വിടുക, ലോക വഴികളെ വിടുക, ലോകത്തിൻ്റെ ചിന്തകളെ വിടുക, എല്ലാം വിട്ടുകൊണ്ട് യേശുക്രിസ്തുവിലേക്ക് വരിക. യേശുക്രിസ്തു എന്തിനാണ് ഇവിടെ ഭൂമിയിൽ വന്നത്? അപ്പം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പാപത്തിൽ കിടന്ന് നമ്മൾ ചേറ്റിലും ചെളിയിലും കിടക്കുകയാണ്. അതിനെ ഒന്ന് മാറ്റി ഉജാറാക്കി കൊണ്ടുവന്ന് ലോകത്തിൻ്റെ വഴികൾ വിട്ടുകൊണ്ട് അപ്പൻ്റെ മകനാക്കിക്കൊണ്ട് മക്കളാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. നാം മകനായിട്ടുണ്ടോ, മക്കളായിട്ടുണ്ടോ, അതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാതെ സഭയ്ക്കകത്ത് വന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ക്രിസ്ത്യാനികൾ, നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ നാമെങ്കിലും ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ജീവിക്കാം. അതുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവജയമേ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നത് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ ആത്മാവ് അകത്ത് വരും. ഗലാത്യർ 4:6 പറയുന്നത് പോലെ നിങ്ങൾ ഭയപ്പെടുന്ന ആത്മാവിനെ അല്ല, എന്താണ് പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. റോമർ 8:17 നിങ്ങളിനി അടിമകളല്ല, നിങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞു. എന്താണ് സ്വതന്ത്രം? ലോകത്തിൻ്റെ വഴിയിൽ നിന്ന് ലോകത്തിനെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ വഴികളെല്ലാം വിട്ടുകൊണ്ട് ലോകത്തിൻ്റെ മോഹം, നിങ്ങൾ ലോകക്കാരായിരുന്നു, അതിനെല്ലാം വിടുവിച്ചുകൊണ്ട് മാറ്റം ചെയ്ത് ഇന്ന് ആരാണ്? സ്വർഗീയ പിതാവിനെ മകനാക്കിക്കൊണ്ട് മക്കളായിക്കൊണ്ട് നമ്മൾ രാജകീയ പുരോഹിത മകൻ നമ്മളാണ്. വീണ്ടും നിങ്ങൾ അതിലേക്കല്ല, നിങ്ങൾ ഇന്ന് ആരാണ്? സ്വതന്ത്രമായിക്കൊണ്ട് ലോകത്തിൽ നിന്ന് ദൈവം ദത്തെടുത്തിരിക്കുകയാണ്, സ്വതന്ത്രിക്കുകയാണ്. എന്താണ്? അവൻ വന്നു പാപത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അവൻ ജ്ഞാനവും പരിശുദ്ധവും എല്ലാം വീണ്ടെടുപ്പുമായിത്തീരുന്നു തന്നല്ലോ. അവൻ വന്നു യേശു തന്നെയാണ്. അവൻ വന്നു എന്താണ്? പാപത്തിൽ നിന്നും ജ്ഞാനത്തിൽ നിന്നും അവൻ നമ്മളെ വീണ്ടെടുപ്പുമായിത്തീരുന്നു. യേശു ക്രിസ്തു വന്നതുകൊണ്ട്. അപ്പം നാം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അത് വന്നിട്ടുണ്ടോ നമ്മളിൽ? ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. സ്വയം പരിശോധിച്ച് വേണം നിങ്ങൾ ഓരോരുത്തരും സഭയിൽ പോയിക്കൊണ്ട് പാസ്റ്റർ എന്ത് പറയുന്നു പാസ്റ്ററിൻ്റെ മാത്രം അടിമപ്പെടാതെ വേണം. നിങ്ങൾ ദൈവവചനത്തിൽ നിലനിൽക്കണം. നല്ല ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ സഭയ്ക്കകത്ത് പോകാൻ. ദൈവവചനമാണ് പ്രാധാന്യം. ദൈവവചനത്തിൽ പ്രാധാന്യം കൊടുക്കുക, വചനത്തിൽ പ്രാധാന്യം കൊടുക്കുക, പാസ്റ്റർമാർക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ട് പാസ്റ്ററിനെ വിളിക്കുക. അല്ല ചെയ്യണം. നിങ്ങൾ അപ്പൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ എന്ത് വിഷയങ്ങൾക്കും അപ്പൻ്റെ പാദപീഠത്തിലിരിക്കുക. പ്രാർത്ഥനയ്ക്ക് രാവിലെ പ്രാർത്ഥന മുഖ്യം കൊടുക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ 3 നേരം പ്രാർത്ഥിക്കുക. അതിനൊരു സമയം കണ്ടെത്തുക. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അവിടെ ഒരു കാര്യം ഇവിടെ ഒരു കാര്യം വെച്ചുകൊണ്ട് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കരുത്. സമയം കണ്ടെത്തിക്കൊണ്ട് അപ്പൻ്റെ പാദപീഠത്തിൽ അതിന് പ്രധാന സ്ഥലം കണ്ടെത്തുക. അതിന് പ്രത്യേക പൂജാമുറി, ക്രിസ്തുവിന് പ്രത്യേക പൂജാമുറിയൊന്നുമില്ല. നാം തന്നെയാണ് ആലയം തന്നെയാണ്. 1 കൊരിന്ത്യർ 3:14 നാം തന്നെയാണ്. അത് തന്നെയാണ് 5:19 പറയുന്നുണ്ട്. അപ്പം നാം പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പം അതിനു വേണ്ടി പ്രത്യേക ആലയമൊന്നും വേണ്ട. നാം തന്നെയാണ് ആലയമായിട്ടിരിക്കുന്നത്. നമുക്ക് പറഞ്ഞിട്ടില്ല, 1-2 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ മധ്യത്തിൽ ഞാൻ ഇറങ്ങുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മധ്യസ്ഥൻ ഞാൻ ഇറങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൻ്റെ പാത രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇത് വരാൻ പറ്റത്തുള്ളൂ. എൻ്റെ ദൈവജനമേ, നിങ്ങൾ കൈവിട്ടു പോകരുത്. ഞാൻ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് തുടങ്ങിയത്. എനിക്ക് ജോലി ഒരു ഭാഗത്ത് ആണെങ്കിലും എൻ്റെ സുവിശേഷം എനിക്ക് ഒരു ഞാൻ പ്രാധാന്യം ഒരു സമയങ്ങളിൽ ഞാൻ ജോലിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ ഒരു 2 മാസത്തിന് മുമ്പ് അങ്ങനെ എനിക്കൊരു സ്ഥാപനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചിലപ്പോൾ ആളില്ലാത്ത കാരണം ഞാൻ വർക്കിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ആ ഒരു ക്യാപ്പിൽ അതെനിക്ക് സങ്കടമുണ്ട്. ഈ സുവിശേഷത്തിൽ കുറച്ച് അങ്ങോട്ട് മാറി നിന്നതല്ല. എന്തോ ദൈവത്തിനൊരു പദ്ധതി കാണും, അതായിരിക്കും ഞാൻ പറഞ്ഞത്. വീണ്ടും ആ ഒരു തുടങ്ങാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ ഒരിക്കലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവജനമേ, നിങ്ങൾ വഴിവിട്ടു പോകരുത്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ മുങ്ങി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടതല്ല. കത്രിമേശ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടതല്ല. കത്രിമേശ എന്താണ്? അതെല്ലാം ഒരു ദൈവത്തിന് എന്താണ്? ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടിയാണ്. നിങ്ങൾ യാഥാർത്ഥമായിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്താണ്? മാനസാന്തരം അപ്പോസ്തലർ 2:38 മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് ഉള്ളിരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ വരണം. അതല്ല ചുമ്മാ ഞാനും അല്ല, ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് വേണം നമ്മൾ പോകാൻ. രാവിലെ എത്ര പേർക്ക് പ്രാർത്ഥനയുണ്ട്?
ഉടനെ പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകണം എന്തിനാണ്? പള്ളിയിൽ പോകണത് നമ്മൾ അപ്പൻ മകനെ ബന്ധത്തിരുന്നു കൊണ്ട് നമ്മൾ പള്ളിയിൽ പോകുകയാണ്. അതല്ലാതെ പള്ളിയിൽ പോകണതല്ല. ഇന്ന് കോവിലുകളിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, ഞാൻ ഹിന്ദു പാരമ്പര്യ ക്ഷേത്രവും കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. ഞാൻ താറും ഇന്നും എൻ്റെ ബന്ധുക്കളെല്ലാം പോകുന്നുണ്ട്. അപ്പം അവർ അറിയുന്നു, ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അതിലൊന്നുമില്ല, ഞാൻ പാരമ്പര്യ ഹിന്ദുവാണ്. അതിൽ നിന്ന് വേണ്ടെന്ന് വെച്ചാൽ 2015 ശേഷം ഞാൻ അതെല്ലാം മാറ്റിക്കൊടുക്കും. കുടുംബക്ഷേത്രവും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിനെല്ലാം മാറ്റി എറിഞ്ഞുകൊണ്ട് എവിടെ നിന്നാണ് വന്നത്? എന്നാണ്, ഞാനൊരു ബൈബിൾ സ്കൂളിലൊന്നും പോയിട്ടില്ല, എനിക്കൊരു പാസ്റ്ററിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല, അതിന് വേണ്ട എന്താണ്? പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ മതി, എല്ലാം അവൻ നമ്മൾ നടത്തിക്കൊള്ളും. താങ്ക് യു ജീസസ്. അതല്ലാതെ നിങ്ങൾ എത്ര ബൈബിൾ സ്കൂളിൽ പോയാലും ശരി തന്നെ, നിങ്ങൾക്ക് വചനം പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര പാസ്റ്റർമാർ നിങ്ങളെ കൊണ്ടും ഇല്ല. പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യാതെ ഒരിക്കലും നമുക്ക് മാറാൻ കഴിയില്ല. അത് നാം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാതെ ഒന്നും ചെയ്യും. അതാണ് യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മകനായി മക്കളാകുമ്പോൾ മാത്രമാണ് ആ പവർ വരുന്നത്. അതല്ല, നിങ്ങൾ മക്കളായിരുന്നു കൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് അപ്പൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിച്ച് നോക്കി, ഏത് വിഷയത്തിനും ഉടനെ മറുപടി കിട്ടും. അതാണ് നമ്മുടെ ദൈവം. താങ്ക് യു ജീസസ്. അതല്ല നിങ്ങൾ ഫോർമാലിറ്റിക്ക് വേണ്ടി ആ പള്ളിയിൽ പോകണം, ഈ പള്ളിയിൽ പോകണം, അതെല്ലാം വെറും ഇപ്പോൾ കോവിലുകളിൽ പോയിട്ട് വരണത് പോലെ. അതിലൊന്നുമില്ല. വിഗ്രഹങ്ങളൊന്നും വചനം പറയുന്നുണ്ടല്ലോ, എന്ത് വിഗ്രഹത്തിൽ ഒന്നുമില്ല വചനം പറയുന്നുണ്ട്. നമ്മളിപ്പം തന്നെ ഒരു യേശുവിൻ്റെ വിഗ്രഹം എടുക്കുക, വേറെ മറ്റു മതത്തിൻ്റെ ഒരു വിഗ്രഹം എടുക്കുക, ഈ 2 എടുത്തുകൊണ്ട് ആറ്റിൽ കൊണ്ടിടുക വെള്ളത്തിൽ, അതിൻ്റെ കൂടെ ഒരു പൂച്ചയെയോ പട്ടിയെ കൊണ്ട് താത്തു വയ്ക്കുക. ഏതാണ് എഴിച്ചു വരുന്നത്? ഏതെഴിച്ചു വരും? പൂച്ചയും പട്ടി എഴിച്ചു വരുള്ളൂ. അത് വിഗ്രഹം, അതിലൊന്നുമില്ല. അത് ജീവനുണ്ട്. ഇതാണ് സത്യം. ഒന്നിനും വസിക്കുന്നില്ല. വചനം പറയുന്നുണ്ട്, നാം തന്നെയാണ് ആലയം, കൽപ്പണിയായാലും ഒന്നും ഞാൻ വസിക്കുന്നില്ല. അപ്പോൾ എന്താണ് അപ്പോസ്തലർ 17:24 പറയുന്നുണ്ട്. അതിന് അപ്പോസ്തലർ 7:47 ഈ വചനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. സ്തേവാൻ്റെ മകൻ പറഞ്ഞാണ് ഈ വാക്കുകളിൽ. അതിലൊന്നും കൽപ്പനയിലൊന്നും ഞാൻ വസിക്കുന്നില്ല, നാം തന്നെയാണ് ആലയം, നാം തന്നെയാണ് മന്ദിരം. അപ്പോൾ ദൈവം നമ്മുടെ ക്രിസ്തുവിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. യേശു ക്രിസ്തുവിടെ മതം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. മനുഷ്യരുടെ ഹൃദയം ചഞ്ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ഹൃദയത്തിനെ മാറ്റാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്ത് 33 വർഷം ഇവിടെ ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ പരിശുദ്ധാത്മാവ് ഇന്ന് അന്ന് പഴയ കാലത്താണെങ്കിൽ ഒരു യേശയ്യ, ഒരു യോഹന്നാൻ, പിന്നെ ഒരു ദാവീദ്, ഇരമ്യ, എലിസ, ഇവരുടെ ഒരാൾക്ക് മേരുടെ ഉള്ളന്ന്, അങ്ങനെ വരുള്ളന്ന്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. സകല ജഡത്തിന്മേലെ എന്നോട് ആത്മാവിനെ പകർന്നു കൊടുത്തിരിക്കുന്നു. അതെവിടെ നിന്ന് വന്നും? യേശു ക്രിസ്തുവിൻ്റെ രക്തം ഈ ഭൂമിയിൽ ചിന്തി സകല പാപങ്ങളും ദൈവം ഏറ്റെടുത്തു. അതോടുകൂടി പാപം പോയി. എല്ലാ പാപം ഈ ഭൂമിയിൽ ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ രക്തം ഈ ഭൂമിയിൽ ചിന്തിയത് കൊണ്ട്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ചിന്തിയത് കൊണ്ടാണ് ആ എല്ലാം ദൈവം പാപത്തിനെ ഏറ്റെടുത്തത് കൊണ്ടറിയില്ല. അപ്പോൾ അതോടുകൂടി സാത്താന ദൈവം അടക്കി ഭൂമിയിലെ സകല പാപവും അതോടുകൂടി പോയോ? ഇല്ല. വിശ്വാസത്താൽ മാത്രമേ നീതിമാനാവും. എന്താണ് വിശ്വാസം? 2025 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് സ്വന്തം രക്തം ചിന്തി സകല പാപവും ശാപവും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പരിശുദ്ധാത്മാ ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാതിലും തട്ടിക്കൊണ്ടിരിക്കും. മകനെ, എന്നെ സ്വീകരിക്കുന്നു. വെളിപ്പാട് 3:20 പറയുന്നു. ആ ദൈവത്തിനെ നമ്മുടെ ഹൃദയത്തിനകത്തൊന്ന് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് മകനായി കാണും. ഇതൊന്നുമില്ലാതെ നിങ്ങൾ ഈ വിശ്വാസത്തിലല്ല ചുമ്മാ ഒരു പേരിന് വേണ്ടി, പേര് ക്രിസ്ത്യാനിയായിട്ട് ഇന്ന് മുഖ്യവരുന്ന പേര് ക്രിസ്ത്യാനി കുറേ ആൾക്കാർ പേരിന് വേണ്ടി പോരാ. സംസാരിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു വചനമില്ല. നമ്മുടെ ഭാഗത്തിൻ്റെ കുറേ ബന്ധക്കൊസിപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തിനെടുത്താലും ആ കൊള്ളാടുത്ത വാക്കുകൾ അവിടെ വായിന്ന് വന്ന പ്രവൃത്തികൾ ഞാൻ അവരെ കണ്ട മാറി നിൽക്കും. കാരണം സംസാരിക്കുന്നത് പിന്നെ എന്ത് ചെയ്യുന്ന പരിചയക്കാരെ പോയി നാട്ടുകാരായതുകൊണ്ട് ഞാൻ സംസാരിക്കും. അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ, അന്യോട് സംസാരിക്കുന്നത് നോക്കുമ്പോൾ വചനം എന്ത് പറയുന്നു? നിങ്ങളെന്താ നിങ്ങളുടെ നാവിൽ നിന്നും ഒരാവശ്യമില്ലാത്ത ഒറ്റ വാക്കൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. കാരണം എന്താ? നാം യേശു വസിക്കുന്ന മന്ദിരമാണ്, ആലയമാണ് നമ്മൾ. ഈ കാറ്റഗറിയിൽ നമ്മൾ ഇരുന്നു കൊണ്ട് വേണം ദൈവത്തിനെ നമ്മളെ
മഹത്വപ്പെടുത്താറുണ്ട്. ഇതൊന്നുമില്ലാതെ വെറുതെ പള്ളിയിൽ നിന്ന് ആൾക്കാർ 90% ആൾക്കാർ ഇന്ന് പോകുന്ന വെറുതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. എൻ്റെ പ്രിയജനങ്ങളെ, അതല്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കണം. ഇന്ന് എത്ര പേര് ധരിച്ചിട്ടുണ്ട്? ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ കർത്താവേ? പറഞ്ഞു തരാമോ എൻ്റെ പ്രിയജനങ്ങളെ? നമ്മളെങ്കിലും ആയില്ലെങ്കിലും നമ്മളെങ്കിലും ഒരു ക്രിസ്ത്യാനായിട്ടായിരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി ആ മകനായിരുന്നു മക്കൾ നമ്മളെങ്കിലും ദൈവത്തിന് വേണ്ടി ഒരു ക്രിസ്ത്യാനിയെ ധരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി എല്ലാ വേലകളും ചെയ്യാം. ഇത്ര നേരം ദൈവത്തിൻ്റെ സുവിശേഷ വേല ഇത്ര നേരം ഞങ്ങളോട് സംസാരിക്കാം. ദൈവം ഒരുക്കിയതിനോർത്ത് ദൈവത്തിന് നന്ദിയോടെ വാഴ്ത്തിക്കൊണ്ടും യേശുക്രിസ്തുവിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.